ഓക്കെ ആണോ? ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സൗണ്ട് കുറവാണോ? എല്ലാവർക്കും ഉണ്ടോ പ്രയാസം? സൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യമാരുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെ ഉമ്മു റൂമാൻ ബിൻത് ആമിർ ഇബ്നു ഉവൈമിർ, അതാണ് പറഞ്ഞത്. അതിലുള്ള കുട്ടിയാണ് ആയിഷ. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ, തുഫൈൽ എന്ന ഒരു മകൻ അതില് വേറെ വിവാഹത്തിലുണ്ട്. രണ്ടാമത്തെ ഭാര്യ ഖുതൈല ബിൻത് അബ്ദിൽ ഉസ്സ. ഖുതൈല വഖദ് ത്വല്ലഖഹ അബൂബക്കർ ഫിൽ ജാഹിലിയ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ജാഹിലിയത്തിൽ തന്നെ ത്വലാഖ് ചൊല്ലിയ ഭാര്യയാണ് ഖുതൈല. വലം യസ്ബുത് ലഹ ഇസ്ലാം, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ഖുതൈല മാത്രമാണ്. കേട്ടില്ല. ഖുതൈല ബിൻത് അബ്ദിൽ ഉസ്സ. അവരുടെ ഇസ്ലാം സ്വീകരണം സ്ഥിരപ്പെട്ടിട്ടില്ല. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി ഒക്കെ പറഞ്ഞത് അവര് ഇസ്ലാമിന് മുമ്പ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, ഷിർക്കിലായി മരണപ്പെട്ട സ്ത്രീയാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇനി അതിലുള്ള കുട്ടിയാണ് അസ്മാ. അപ്പൊ അസ്മയും ആയിഷയും എന്തല്ല, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരിമാരല്ല. ഉമ്മ വ്യത്യാസമുണ്ട്. ഈ അസ്മയാണ് ദാത്തുൻ നിതാഖൈൻ, രണ്ട് അരപ്പട്ടയുടെ ഉടമ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ അള്ളാഹുവിന്റെ റസൂലിനുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്ത് ആ ഭക്ഷണത്തിന്റെ കെട്ടടിഞ്ഞപ്പോ അവരുടെ അരപ്പട്ട കൊണ്ട് ഭക്ഷണം കെട്ടി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം ഒരുക്കിയ മഹദി. ഒരുപാട് ഫضل അവർക്കുണ്ട്. അസ്മ ദാത്തുൻ നിതാഖൈൻ. സുബൈർ ഇബ്നുൽ അവ്വാമാണ് വിവാഹം കഴിച്ചത്. അതിലുള്ള കുട്ടിയാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ. 100 വർഷത്തിലധികം അവർ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ആ 100 വയസ്സായിട്ടും ലം യസ്ഖുത് ലഹ സിന്നുൻ, പല്ല് കൊഴിഞ്ഞിട്ടില്ല. പല്ലിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു വയസ്സായാൽ പല്ലും കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെ പല്ലിനോ മറ്റ് ബുദ്ധിക്ക് യാതൊരുവിധ തകരാറുമില്ല. വലം യുൻകർ ലഹ അഖൽ, ബുദ്ധിക്ക് തകരാറില്ല, പല്ലുകൾക്ക് തകരാറില്ല. മുഹാജിറത്തുകളിൽ അവസാനം വഫാത്തായത് അസ്മയാണ്. മുഹാജിറത്തുകളിൽ അവസാനം വഫാത്തായ മഹദിയാണ് അസ്മ. ഒരിക്കൽ അസ്മ ഖദിമത് അലയ്യ ഉമ്മി വഹിയ മുശ്രിക ഫി അഹദി ഖുറൈശ്. റസൂലുള്ളാഹിയുടെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ ഉമ്മ മുശ്രിക്കത്താണ്, ഞാൻ അവരുമായി ബന്ധം ചേർക്കണോ എന്ന രൂപത്തിൽ. റസൂലുള്ളാഹിയുടെ മറുപടി നഅം സിലീഹ, അവരുമായി നിങ്ങൾ ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞാൽ അവര് വഴിക്കുള്ള ബന്ധങ്ങൾ ചേർക്കണം എന്നത്. രണ്ടാമത്തെ കുട്ടി അബ്ദുള്ളയാണ്. അപ്പൊ 1 അസ്മ, 2 അബ്ദുള്ള. ഇപ്പൊ എത്ര കുട്ടികളുടെ പേര് നമ്മൾ ടോട്ടൽ പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് ഖാന്റെ എത്ര മക്കളുടെ പേര് പറഞ്ഞു? 5 പറഞ്ഞു. 4. അബ്ദുള്ള അസ്ലമ ഖദീമൻ, വളരെ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അബ്ദുള്ള.
അബ്ദുറഹ്മാൻ വൈകിയാണ്, എന്നാൽ അബ്ദുള്ള നേരത്തെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹുനൈൻ, ത്വായിഫ്, ഇതിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ത്വായിഫ് യുദ്ധത്തിൽ, ഗസ്വത്ത് ത്വായിഫിൽ ഒരു അമ്പ് അദ്ദേഹത്തിന് കൊണ്ടു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടില്ല, നല്ല പരിക്കു പറ്റി. ത്വായിഫ് യുദ്ധത്തിലാണ് അമ്പേൽക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ തുടക്കത്തിൽ അബ്ദുള്ള മരണപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് അൻഹു ഭരണം ഏറ്റെടുത്ത് ആ തുടക്ക സമയത്ത് തന്നെ മകൻ മരണപ്പെട്ടു. ഹിജ്റയുടെ 11 ഷവ്വാലിലാണ് അബ്ദുള്ള മരണപ്പെടുന്നത്. ഇതുവരെ ക്ലിയർ ആണല്ലോ. അടുത്ത ഭാര്യയിലേക്ക് പോട്ടെ. പറയട്ടെ, അടുത്ത ഭാര്യ പറയട്ടെ. ഓക്കെ. അടുത്തത് അസ്മാ ബിൻത് ഉമൈസ്. അസ്മാ എന്നാണ് എഴുതേണ്ടത്. അലിഫ് കഴിഞ്ഞൊരു ഹംസ കൂടെ വേണം. അസ്മാ ബിൻത് ഉമൈസ്. അസ്മയെ ആദ്യം വിവാഹം കഴിച്ചത് ജാഫർ ബിൻ അബി താലിബാണ്. ജാഫർ ബിൻ അബി താലിബ് മുഅത്ത യുദ്ധത്തിൽ വഫാത്തായ സഹാബിയാണ്. അപ്പൊ അദ്ദേഹം ഷഹീദായപ്പോ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. മുഹമ്മദ് എന്ന ഒരു കുട്ടി ഉണ്ടായി. മുഹമ്മദ്. ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്താണ്, അതോ അവസാന സമയത്ത്, ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്താണ് മുഹമ്മദ് ജനിക്കുന്നത്. ആ ഹജ്ജിന്റെ സമയത്താണ് അസ്മാ ബിൻത് ഉമൈസ് പ്രസവിക്കുന്നത്. ഹജ്ജത്തുൽ വിദാഇന്റെ ഹജ്ജിന്റെ സമയത്തായിട്ടാണ് അസ്മാ ബിൻത് ഉമൈസ് പ്രസവിക്കുന്നത്. നാലാമത്തെ ഭാര്യ ഹബീബ ബിൻത് ഖാരിജ. ഒരു അൻസാരിയാണ്. അതിലുള്ള കുട്ടിയാണ് ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം അബൂബക്കർ സിദ്ദീഖ് തന്റെ വഫാത്തിന്റെ ശേഷമാണ് ജനിക്കുന്നത്. പ്രസവിക്കുന്ന സമയത്ത് വഫാത്താകുന്ന സമയത്ത് ഹബീബ ഗർഭിണിയാണ്. വഫാത്തിന് ശേഷമാണ് അവര് പ്രസവിച്ചത്. വഫാത്താകുന്ന തൊട്ട് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നെ പെൺകുട്ടികളെ വിളിച്ച് പറഞ്ഞു, നിന്റെ സഹോദരിമാരെ നല്ല രൂപത്തിൽ നീ നോക്കണം. ആയിഷ ബീവി ചോദിച്ചു, യാ അബതി ഇന്നമാ ഹിയ അസ്മാ ഫമനിൽ ഉഖ്റ. ഉപ്പ, എനിക്ക് ആകെ അസ്മ മാത്രമേ ഉള്ളൂ, ഒരു സഹോദരിയല്ലേ ഉള്ളൂ, സഹോദരിമാരെന്ന് പറയാനില്ലല്ലോ. ഫമനിൽ ഉഖ്റ, അപ്പൊ വേറെ ആരാണ്? അപ്പോഴാണ് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്നത്, ഹബീബ, അവരുടെ കുഞ്ഞ് പെൺകുട്ടിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അത് പെൺകുട്ടിയായി. ആ കുട്ടിയാണ് ഉമ്മു കുൽസൂം. ഇതിൽ അസ്മാ ബിൻത് ഉമൈസ് ആണ് അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ ജനാസ കുളിപ്പിച്ചത്. മയ്യത്ത് കുളിപ്പിച്ചത് അസ്മാ ബിൻത് ഉമൈസ് ആണ്.
പുതിയാപ്പിള മരിച്ചു എന്ന് കണ്ടപ്പോഴത്തേന് ബോധം കെട്ട് വീഴുന്ന അവസ്ഥ അല്ല ഉണ്ടായിട്ടുള്ളത്. അവര് ഈമാനികമായി അവിടെ നിന്ന് ആ മയ്യത്ത് അവര് കുളിപ്പിച്ചു. അഞ്ചാമത്തെ ഒരു ഭാര്യ ആരായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു സൂചന നൽകിയിരുന്നു. ഉമ്മു ബക്കർ കെൽബ് ഗോത്രക്കാരിയാണ് അവർ. ഇത് ഖിലാഫുള്ള ഒരു വിഷയമാണ്. ഉമ്മു ബക്കർ എന്ന ഭാര്യ ഉണ്ടോ ഇല്ലേ എന്നതിൽ ഖിലാഫുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഹിജ്റയുടെ മുമ്പ് അവർ വിവാഹം കഴിച്ചു. ഫലമ്മ ഹാജറ അബൂബക്കർ ത്വല്ലഖഹ, ഹിജ്റ പോകുന്ന സമയത്ത് അവരെ ത്വലാഖ് ചൊല്ലി എന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ പ്രത്യേകത മക്കൾ, ഭാര്യമാർ, പേരക്കുട്ടികൾ ഇവരൊക്കെ എന്താണ്? അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവരൊക്കെ സ്വഹാബികളായി എന്നതാണ്. കുടുംബത്തിലൊരു ബഹുഭൂരിപക്ഷവും സ്വഹാബികളായ വേറൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഇസ്ലാം സ്വീകരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു കാന സാഹിബ റസൂലില്ല ഖബ്ലൽ ബിഅസ, നബുവത്തിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിയുടെ സാഹിബായിരുന്നു. വകാന യഅലമു മിൻ സിദ്ഖിഹി വ അമാനതിഹി, ഇസ്ലാമിന് മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹുവിന് അള്ളാഹുവിന്റെ റസൂലിന്റെ അമാനത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യസന്ധതയും ഒക്കെ അറിയാമായിരുന്നു. അപ്പൊ നബിയോട് വളരെ അടുപ്പം, നബിയുടെ സിദ്ഖും നബിയുടെ അമാനത്തും ഒക്കെ അറിയുന്ന ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. മാത്രമല്ല വളരെ മുമ്പ് ഹനീഫിയത്തിലുള്ള ആളുകളുടെ സംസാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കേട്ടിരുന്നു. എന്താണ് ഹനീഫിയത്ത്? ആരാ പറയാ? ഹനീഫിയത്ത് എന്താണ്? ഷിർക്കില്ലാത്ത ഇബ്രാഹിം നബി പഠിപ്പിച്ച അതേ ആശയത്തിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതെ അതെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച അഖീദയിൽ, ആ ശരിയായ തൗഹീദിൽ ജീവിക്കുന്നവർ. അപ്പൊ അവരുടെ ഒരു സംസാരം, അവര് കാബയുടെ അരികിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന, അഥവാ ആ പ്രവാചകൻ നിയോഗിതനായോ, നമുക്ക് വ്യത്യസ്ത നാടുകളിൽ ചെന്ന് ആ പ്രവാചകൻ അന്വേഷിക്കാം. അപ്പൊ ആ ഒരു സംസാരം അബൂബക്കർ റളിയല്ലാഹു ചെറുപ്പത്തിൽ കേട്ടിരുന്നു. അന്ന് ആ സംസാരിച്ച കൂട്ടത്തിൽ വറഖത്ത് ബിൻ നൗഫലൊക്കെ ഉണ്ട്. ആദ്യം ഹനീഫിയത്തിലായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. പിന്നീട് പ്രവാചകനെ തെരഞ്ഞു പോയപ്പോഴാണ് ക്രൈസ്തവ മതത്തെ കുറിച്ച് കേൾക്കുന്നതും ശരിയായ ക്രൈസ്തവ വിശ്വാസിയായി, വേദം പഠിച്ച ക്രൈസ്തവ വിശ്വാസിയായി വറഖത്ത് ബിൻ നൗഫൽ തിരിച്ചു വരുന്നതൊക്കെ. അപ്പൊ ആ ഒരു സംസാരം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇസ്ലാമിനെ കുറിച്ച് കേൾക്കേണ്ട താമസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കേണ്ട താമസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ വ്യക്തിയല്ല, പൊതുവെ ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയും. പക്ഷെ അത് ഖദീജയാണ്, ഖദീജ റളിയല്ലാഹു തആലയാണ്. പക്ഷെ നമ്മളോട് പിന്നെ നിന്റെ കൂടെ ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്റെ കൂടെ 2 സ്ത്രീകൾ ഉണ്ട് എന്നല്ലല്ലോ. അതിന്റെ കൂടെ 2-3 ആണുങ്ങളുണ്ട്. എപ്പോഴും എണ്ണം പറയുമ്പോൾ ഒരു കരുത്തിന് പറയൽ ആണിനെയാണ്. അതുകൊണ്ടാണ് മൻ മഅക്, ആരാണ് മുഹമ്മദ് നിന്റെ കൂടെ? അപ്പൊ എന്റെ കൂടെ ഹുർറുൻ വ അബ്ദുൻ, ഒരു ഹുറുണ്ട്, ഒരു സ്വതന്ത്രനുണ്ട് എന്ന് പറയാനുള്ള കാരണം ആണുങ്ങളെയാണ് ഒരു എണ്ണം പറയുമ്പോൾ പൊതുവെ അറബികൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അവിടെ അബൂബക്കർ, ഒരു ഹുർ, സ്വതന്ത്രൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹുവിനോട് ഒരല്പം, അബൂബക്കർ സിദ്ദീഖിന്റെ സംസാരത്തിൽ ഒരല്പം പരുക്കമായി ഉമറിനോട് സംസാരിച്ചു. പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ഭാഗത്താണ് തെറ്റ്. ഉമറെ, താങ്കൾ അത് തിരിച്ചു ചെയ്യണം, തിരിച്ചു പറയണം എന്നാവശ്യപ്പെട്ടു. പക്ഷെ ഉമർ റളിയല്ലാഹു തആല തയ്യാറായില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സാഹിബാണ്, എങ്ങനെയാണ് അബൂബക്കറിനോട് അങ്ങനെ സംസാരിക്കുക? പക്ഷെ അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രയാസമുണ്ടായി. തിരിച്ചെന്നോട് ആ പ്രതിക്രിയ ചെയ്യുന്നില്ലല്ലോ. ആ പരാതി പറയാൻ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് പോവാണ്.
ആ രംഗം കണ്ട് അള്ളാഹുവിന്റെ റസൂൽ ദേഷ്യപ്പെട്ടു. ആ പോകുന്ന സമയത്ത് ചില ആളുകൾ ഉമറിന്റെ കൂടെ കൂടി പറയുന്നുണ്ട്, ഉമറെ നിങ്ങളുടെ ഭാഗത്താണ് ശരി, നബിയുടെ അരികിൽ ഞങ്ങൾ ന്യായം പറയാം. ഉമർ ഖത്താബ് ദേഷ്യപ്പെട്ടു. ആ പോകുന്നത് റസൂലുള്ളാഹിയുടെ സാഹിബാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയാൽ എന്റെ കൂടെ നിങ്ങൾ കൂടിയത് കണ്ടാൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സാഹിബിനെ പ്രയാസപ്പെടുത്താതെ നിങ്ങൾ മാറിപ്പോകൂ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ കഴിയും. റസൂലുള്ളാഹിയുടെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് എത്തിയപ്പോ ഉമർ ഖത്താബിനോട് വളരെ ദേഷ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, അള്ള എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചു. ഫഖുൽതും കദബ്ത, നിങ്ങൾ എല്ലാവരും പറഞ്ഞു മുഹമ്മദേ നീ കള്ളനാണ്, കദ്ദാബാണ്. വഖാല അബൂബക്കർ, എന്റെ അബൂബക്കർ പറഞ്ഞു, സദഖ വവാസാനി ബിനഫ്സിഹി വമാലിഹി, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയെ സത്യപ്പെടുത്തിയിരിക്കുന്നു, എന്റെ നഫ്സ് കൊണ്ട് എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അങ്ങേക്ക് ഇതാ സംരക്ഷണം നൽകുന്നു. ഫഹൽ അൻതും താരിഖൂ ലിസാഹിബി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ചോദിച്ചു എന്നാണ്. ഫഹൽ അൻതും താരിഖൂ ലിസാഹിബി, എന്റെ സ്വാഹിബിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ, അഥവാ അബൂബക്കറിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തുകയാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പ്രയാസം ഉണ്ടാകുന്നത് റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ഉമർ ഖത്താബിനെ സ്നേഹിക്കാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും സ്നേഹം അബൂബക്കർ സിദ്ദീഖിനോടാണ്. ബിലാലിനേക്കാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനേക്കാൾ, മറ്റു സഹാബികളെക്കാൾ ഒക്കെ നമ്മുടെ സ്നേഹം അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ അബൂബക്കർ സിദ്ദീഖിനോടാണ്. ഒരു ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവ്വലു മൻ അൽഹറ ഇസ്ലാമഹു സബ്അ, ഇസ്ലാമിനെ ആദ്യമായി പ്രഖ്യാപിച്ചത് 7 ആളുകളാണ്. ഇസ്ലാമിനെ ആദ്യമായി പ്രഖ്യാപിച്ച 7 ആളുകൾ. 1 അബൂബക്കർ, 2 അമ്മാർ, വ ഉമ്മുഹു സുമയ്യ, 3 സുമയ്യ, 4 സുഐബ്, 5 ബിലാൽ, 6 മിഖ്ദാദ്. അതില് 1 റസൂലുള്ളാഹിയെ കൂടെ ചേർക്കും. അങ്ങനെയാണ് 7 ഹദീസിലുള്ളത്. സബഅത്തുൻ റസൂലുള്ളാഹി വ അബൂബക്കർ. അപ്പൊ 1 റസൂലുള്ളാഹി, 2 അബൂബക്കർ, 3 അമ്മാർ, 3 സുമയ്യ, 4 സുമയ്യ, 5 സുഐബ്, സുഹൈബ് റൂമി, 6 ബിലാൽ, 7 മിഖ്ദാദ്. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ചർച്ച. ഏറ്റവും കൂടുതൽ ഹദീസിൽ ഇൽമുള്ള സഹാബി ആരാണ്? ഏറ്റവും അധികം ഹദീസ് അറിയുന്ന സഹാബി അബൂ ഹുറൈറ. ശരിയാണോ? അബൂബക്കറാണ് ഏറ്റവും കൂടുതൽ ഹദീസിൽ ഇൽമുള്ള സഹാബി. അബൂബക്കർ സിദ്ദീഖാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, റിവായത്ത് ചെയ്തതാണ് അബൂ ഹുറൈറ. അതിന്റെ കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഖാല റസൂലുള്ളാ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ നബി പറയുന്നത് കേട്ടവരാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇന്നൊരു കാര്യം നബി പറഞ്ഞിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. റിവായത്തിന് സാധ്യതകൾ കുറവാണ്. കാരണം എല്ലാവരും റസൂലുള്ളാഹിയെ കണ്ടവരാണ്, നബിയുടെ കൂടെ ജീവിച്ചവരാണ്. 2.25 കൊല്ലാണ് ആകെ ഖിലാഫത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഹദീസുകൾ അറിയാത്തൊരു ജനത വളരെ കുറവാണ്. എന്നാൽ അബൂ ഹുറൈറയുടെ കാലഘട്ടമായപ്പോഴേക്കും സ്വഹാബത്തിൽ പലരും മരണപ്പെട്ടു. ഹദീസ് അറിയാത്ത പുതിയ ആളുകൾ വന്നു. അപ്പൊ അവർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് റിവായത്ത് വരുന്നത്. അതുകൊണ്ടാണ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ഹദീസ് അറിയുന്നത് അബൂ ഹുറൈറക്കാണ് എന്നതല്ല. ഹദീസിന്റെ റിവായത്ത് കൂടുതൽ അബൂ ഹുറൈറയാണ്. ഹദീസിന്റെ ഏറ്റവും അധികം ഇൽമ് അബൂബക്കർ സിദ്ദീഖാണ്. 142 ഹദീസാണ് അബൂബക്കർ സിദ്ദീഖ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. 142 ഹദീസ്. ഒരു മിനിറ്റ്. ശരി, 142 ഹദീസ്. അതിൽ ബുഖാരി, മുസ്ലിം ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തത് 6 ഹദീസാണ്.
ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസ് 11 ഹദീസാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കുറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഒന്ന്, കുറഞ്ഞ കാലമാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഫിത്നകളായിരുന്നു. വ്യത്യസ്തങ്ങളായ ഫിത്നകൾ നമ്മുടെ ക്ലാസ്സിൽ വരും. മുർത്തദ്ദുകളുടെ ഫിത്നയുണ്ടായി, സക്കാത്ത് നിഷേധികളുടെ ഫിത്നയുണ്ടായി, കള്ളപ്രവാചകന്മാരുടെ ഫിത്നയുണ്ടായി, അങ്ങനെ ധാരാളം ഫിത്നകൾ ഉണ്ടായി. വകാന മഅ ദാലിക അഅലമുഹും ബിസുന്നഹ്. ഇമാം സുയൂത്തിയുടെ ഒരു വാക്കാണ്. സഹാബാക്കളിൽ ഏറ്റവും സുന്നത്ത് അറിഞ്ഞിരുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. സുന്നത്തിൽ ഏറ്റവും അധികം അറിവുള്ള സഹാബി. വകാന റജുലൻ താജിറ. കച്ചവടക്കാരനായിരുന്നു. നല്ല കഴിവുള്ള അഗ്രഗണ്യനായ കച്ചവടക്കാരൻ. കച്ചവടം മോശമൊന്നുമല്ല, കച്ചവടക്കാര് മോശക്കാരല്ല. അബൂബക്കർ സിദ്ദീഖ് താജിർ, കച്ചവടക്കാരനാണ്. മഅറൂഫ്, നല്ല സ്വഭാവ ഗുണമുള്ള. ആ സ്വഭാവ ഗുണം കൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ച് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് ഇസ്ലാം പറയേണ്ട താമസം അവർ ഇസ്ലാം സ്വീകരിച്ചു. കാരണം അബൂബക്കർ കളവ് പറയില്ല, അബൂബക്കറിനെ അവർക്കറിയാം. അങ്ങനെ അദ്ദേഹത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ചതാണ് അസ്ലമ ബിദുആഇഹി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, രണ്ട് സുബൈർ ഇബ്നുൽ അവ്വാം, സുബൈർ ഇബ്നുൽ അവ്വാം, മൂന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ശരി, ഈ 5 പേരുടെ പ്രത്യേകത എന്താണ്? ഈ 5 ആളുകളുടെ പ്രത്യേകത എന്താണ്? ആര് പറയും? കേട്ടില്ല. അതെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളാണ്. അപ്പൊ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 5 ആളുകൾ അബൂബക്കർ സിദ്ദീഖിലൂടെ ഇസ്ലാം സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ 5 ആളുകളുടെ മുഴുവൻ അമലും അബൂബക്കർ സിദ്ദീഖിൻ്റെതാണ്. നമ്മളൊരു ദഅവാ രംഗത്ത് അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ മേഖലയിൽ നിൽക്കാൻ എപ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരു ചിന്ത ഇതാകണം. നമ്മളിലൂടെ ഒരാൾ ഒരു ഇൽമു പഠിച്ചാൽ, നമ്മളിലൂടെ ഒരാൾ ഒരു നന്മ മനസ്സിലാക്കിയാൽ, തൗഹീദിലേക്ക് എത്തിയാൽ, സുന്നത്തിലേക്ക് എത്തിയാൽ, അവരുടെ അമലുകൾ നമുക്കുള്ളതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ എത്ര സ്വതക്ക ചെയ്താലും അബൂബക്കർ സിദ്ദീഖിന്റെ ദർജയിലേക്ക് എത്തൂല. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ മുഴുവൻ സ്വതക്കയും അബൂബക്കർ സിദ്ദീഖിന്റെ അമലാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇസ്ലാമിന്റെ മാർഗത്തിൽ എത്ര പൈസ കൊടുത്താലും പിന്നെ അബൂബക്കർ സിദ്ദീഖിലേക്ക് എത്തില്ല. കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ അമലാണ് അബ്ദുറഹ്മാന്റെ മുഴുവൻ അമലും. അവർക്ക് ഇസ്ലാം എത്തിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. അപ്പൊ നമ്മള് പിന്നെ കച്ചവട രംഗത്തുണ്ടാകും, ബാക്കി മേഖലകളിൽ ഉണ്ടാകും, എല്ലാത്തിലും ഉണ്ടാകും. പക്ഷെ അതിലൊക്കെ ചിലപ്പോൾ നഷ്ടം ഉണ്ടാകും. കച്ചവടം പൊളിയാം, കച്ചവടം തകരാം, പിന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാം, പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. നഷ്ടമില്ലാത്ത കച്ചവടം ദഅവത്താണ്. അവിടെ നഷ്ടമില്ല. നമ്മൾ മനസ്സിലാക്കിയൊരു സംഗതി. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഹൈറ് അത് നമ്മുടെ ഒരു സ്റ്റാറ്റസിൽ വെക്കാനും അത് നമ്മുടെ ഒരു പരിചയക്കാരിലേക്ക് അയക്കാനും അന്നത്തെ കാലത്തെ പോലെ ഒരു പ്രയാസം നമുക്കില്ലല്ലോ. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉള്ളവരുണ്ടാകും. പല ആളുകളും അതിലൊന്നും ദീന് അതിൽ പരസ്യപ്പെടുത്തൂല. അതിൽ വെറും നമ്മുടെ ഫാമിലി, വെറും ഗുഡ് മോർണിംഗ്, വാട്സപ്പിലൊക്കെ വെറും ഒരു ഗുഡ് മോർണിംഗ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള എവിടെയും തൊടാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുക. ഒരു കൃത്യമായൊരു തൗഹീദ്, ചിലപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് മതിയാകും, ചെറിയൊരു സംസാരം മതിയാകും, ചെറിയ ഒരു സ്പാർക്ക് മതിയാകും ആളുകൾക്ക് ഇസ്ലാമിനെ കിട്ടാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദഅവാ രംഗത്ത് നിൽക്കാൻ ഒരു മടിയുണ്ടാകരുത്, ദീൻ പറയാൻ ഒരു മടിയുണ്ടാകരുത്. നമ്മൾ കൈമാറുന്ന ഏത് സന്ദേശമാണ് ആളുകളിലേക്ക് ഇസ്ലാമിനെ എത്തിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു ശ്രദ്ധ നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാകണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി പ്രതിരോധിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ആദ്യത്തെ ആദ്യമായി പ്രതിരോധിച്ച വ്യക്തി അബൂബക്കർ സിദ്ദീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാണ്. മഹാനായ അംർ ഇബ്നു ആസ് പറയുന്ന ഒരു സംഭവം, നബി നിസ്കരിക്കുന്നു, കഅബയുടെ അരികിൽ
ഉഖ്ബത്ത് ബിൻ അബി മുഐത്ത്. ഉഖ്ബ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒരു സൗബ്, ഒരു തുണി വെച്ചുകൊണ്ട് ഫഖനഖഹു ഖൻകൻ ശദീദ, ആ തുണി പിടിച്ചാണ്ട് മുറുക്കി. നബി നിസ്കരിക്കുന്ന റസൂലുള്ളാഹിയുടെ പിറകുന്നിൽ വന്ന് കഴുത്തില് തുണിയിട്ട് രണ്ട് ഭാഗവും മുറുക്കി റസൂലുള്ളാഹിയുടെ കഴുത്ത് അങ്ങോട്ട് പിടിച്ച് പ്രയാസപ്പെടുത്തി. ഉടനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വരികയും റസൂലുള്ളാഹിയെ പ്രതിരോധിക്കുകയും അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിച്ചു. സൂറത്തുൽ ഗാഫിറിൽ 28-ാമത്തെ ആയത്തായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വാക്ക് അള്ളാഹു എടുത്തു കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ ആ വാക്ക് അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് എന്ന അതേ വാക്ക് അള്ളാഹു ഖുർആനിൽ എടുത്തു കൊടുത്തു. ആദ്യമായി അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിരോധിച്ച വ്യക്തി അബൂബക്കർ സിദ്ദീഖാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ ധാരാളം അടിമകളെ മോചിപ്പിച്ചു. ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് ആളുകൾ അവരടിമകളായിരുന്നു. ഉമയ്യത്ത് ബിലാലിനെയൊക്കെ പ്രഹരിക്കുകയായിരുന്നു. ഒരു വിലയും അവര് ബിലാലിന് നൽകിയില്ല. ബിലാലിന് സ്വന്തം ശരീരത്തിനൊരു വില തോന്നിയില്ല. അങ്ങനെ തല്ലിച്ചതച്ച് മക്കയുടെ തെരുവുകളിൽ കുട്ടികൾക്ക് കല്ലെറിയാൻ, കുട്ടികൾക്ക് കളിപ്പാട്ടമായി ബിലാലിനെ വിട്ടേച്ചിട്ടുണ്ട്. ആ ശരീരത്തിൽ വസ്ത്രങ്ങളില്ല. പൊതുവെ ഒരു അടിമയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അരയുടെ താഴെയുള്ള ഒരു ചാക്കാണ്. ആ ചാക്കും വലിച്ചൂരി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടത്തി കല്ലുകൾ കൊണ്ടെറിഞ്ഞ് ദാഹിച്ചു വലഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ശരീരത്തിൽ ഇനി ഒരു ഭാഗവുമില്ല തല്ലിച്ചതക്കാൻ. അങ്ങനെ ആളുകൾ ഒരു വിലയും നൽകാത്ത ബിലാൽ, ആ ബിലാലിനെ ധാരാളം വില നൽകി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മോചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല പറയാറുണ്ട്, അബൂബക്കർ സയ്യിദുന വഅതഖ സയ്യിദന, അബൂബക്കർ ഞങ്ങളുടെ സയ്യിദാണ്, ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങളുടെ നേതാവ് ബിലാലിനെ മോചിപ്പിച്ചത് അബൂബക്കറാണ്. അപ്പോ ബിലാൽ സയ്യിദാണ്. അടിമയായ ഒരു മനുഷ്യനെ സയ്യിദാക്കിയ ആദർശമാണ് ഇസ്ലാം. രണ്ടാമത്തത് ആമിർ ബിൻ ഫുഹൈറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത്. സിന്നീറ അർറൂമിയ, സിന്നീറ സഹാബ വനിതയാണ്, അബ്ദാണ്, അടിമയാണ്. ഉമ്മു ഉബൈസ്, അതുപോലെ നഹ്ദിയ അടിമ സ്ത്രീയാണ്, അവരുടെ മകൾ. അതുപോലെ തന്നെ ജാരിയ 8 അബൂ ഫുക്കൈഹ, ഇതൊക്കെ അടിമ സ്ത്രീകളാണ്. ഇവരെയൊക്കെ വില കൊടുത്തു വാങ്ങിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയും അതിന്റെ ശേഷമുള്ള മദീനയിലെ സംഭവങ്ങളും നമുക്ക് സൂചിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്ന് നന്നായി വായിച്ചു നോക്കുക. ചരിത്രമാണ്. ചരിത്രം ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് രസമുണ്ടാകും. പക്ഷെ നമ്മൾ കേൾവിക്കാരല്ല, നമ്മൾ പഠിതാക്കളാണ്. പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതി വായിച്ച് പഠിച്ചു പോകുന്ന അവസ്ഥ വേണം. വീണ്ടും വായിച്ചാലാണ് നമ്മുടെ തലയിൽ നിൽക്കുക. ഇൻഷാ അല്ലാഹ്. വായിച്ച ഭാഗം ഗ്രൂപ്പിലിടോ? കേട്ടില്ല. അറബി നിങ്ങൾ ഗ്രൂപ്പിലിടോ? ഇൻഷാ അല്ലാഹ്. അത് മൊത്തത്തിൽ ഒന്ന് ഞാൻ വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട്, പക്ഷെ കുറെ പേജുകൾ ഉണ്ടാവും, ഒരുപാട് പേജുകൾ ഉണ്ടാകും. അത് ഹുലാസാക്കിയിട്ടാണ് പോകുന്നത്. ഇതുവരെ ഇപ്പൊ നമ്മൾ 50 പേജ് കഴിഞ്ഞു. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് വായിച്ചു പോകുന്നത്. അങ്ങനെ ഇടേണ്ടതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 50 പേജും ഫോട്ടോ എടുത്ത് അയക്കാം. ഇനി അതല്ല, പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ടാണ് ആവശ്യമുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, ഞാൻ PM ആയിട്ട് അയച്ചുതരാം. 50 പേജോളം വരും. ഓക്കെ, എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ആവശ്യമുണ്ട്. ഓക്കെ, ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. 50 പേജോളം വരും. അത് ഒന്ന് ഫോട്ടോ എടുത്തൊരു PDF ആക്കിയിട്ട് അയക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ അയച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് സൗകര്യം. കോളേജിൽ ഏതെങ്കിലും കുട്ടികളെ കൊണ്ടൊന്ന് PDF ആക്കിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അയക്കാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്. ആരെങ്കിലും നല്ല നോട്ട് മലയാളത്തിൽ എഴുതിയതുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ ബാക്കിയുള്ളവർ കൂടെ വായിക്കാൻ
ഒക്കെ ഉപകാരപ്പെടുമല്ലോ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. അസ്സലാമു അലൈക്കും.